കുറയരുത് ജാഗ്രത ഭയമുപേക്ഷിക്കണം. കോവിഡ് കൊറോണയെ ഒന്നായി തുരത്തണം. കുറയരുത് ജാഗ്രത ഭയമുപേക്ഷിക്കണം. കോവിഡ് കൊറോണയെ ഒന്നായി തുരത്തണം. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനമുള്ളവരെ, ലോകമെമ്പാടും കൊറോണ എന്ന മഹാമാരിയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഒരുപാട് പേർക്ക് കൊറോണ എന്ന രോഗം ബാധിച്ച് ഫലം പോസിറ്റീവായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുണ്ട്. ഒരുപാട് പേര് ഈ രോഗം കാരണം ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയവരുണ്ട്, മരണപ്പെട്ടു പോയവരുണ്ട്. ഫലം പോസിറ്റീവായവർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നെഗറ്റീവായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരാണ്. ഈ തിരിച്ചു വന്നവർക്ക് കോവിഡിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ രോഗാനന്തരം ഉണ്ടാകുമെന്ന് സോഷ്യൽ മീഡിയ വഴിയും വാർത്താ മാധ്യമങ്ങൾ വഴിയും പ്രചരിക്കുന്നു. ഇത് കോവിഡ് പോസിറ്റീവായവർക്ക് പിന്നീട് നെഗറ്റീവായവർക്ക് ഒരുപാട് ഭയപ്പാടോടുകൂടിയാണ് ഈ ഒരു വാർത്ത അവർ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആരോഗ്യരംഗത്തെ ഡോക്ടർമാരും വിശുദ്ധന്മാരും ഇതിന് യഥാർത്ഥ പ്രതിവിധിയും കോവിഡാനന്തര പ്രയാസങ്ങളും നമ്മൾ മുമ്പിലേക്ക് വിവരിക്കുകയാണ്. ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മളെ പ്രിയപ്പെട്ട ജനപ്രിയ ഡോക്ടർ ഷാജഹാൻ നമ്മോടൊപ്പം ഉണ്ട്. കോവിഡാനന്തര ജീവിതം, ഒരു വ്യക്തിയിൽ പോസിറ്റീവായതിനു ശേഷം നെഗറ്റീവിലേക്ക് കടന്നൊരു വ്യക്തിക്ക് ഇതിൻ്റെ പരിണിത ഫലം എന്തൊക്കെയാണ്, കോവിഡാനന്തര പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കാൻ വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി ഡോക്ടർ ഷാജഹാൻ സാറെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വളരെയധികം കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഇന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ COVID-19 കൊറോണയുടെ വ്യാപനം നടന്ന ഒരു സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു, ഒരു സമൂഹത്തിലെ ഒരു 20% ആൾക്കാർക്കെങ്കിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ COVID-19 അണുബാധ ബാധിച്ചിട്ടുണ്ടാവാം. പലരും ടെസ്റ്റ് പോസിറ്റീവാണ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലക്ഷണങ്ങളൊന്നുമില്ലാതെ അല്ലെങ്കിൽ മറ്റു പലർ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ചികിത്സയൊക്കെ എടുത്തുകൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. ജീവിതത്തിലേക്ക് തിരികെ വന്ന അല്ലെങ്കിൽ COVID-19 കൊറോണയിൽ നിന്ന് തിരികെ വന്ന ആൾക്കാരെ അലട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഭാവിയിൽ കോവിഡ് ആനന്തര കാലഘട്ടത്തിൽ എൻ്റെ ആരോഗ്യത്തിന് വല്ല കുഴപ്പവും സംഭവിക്കുമോ? ഇന്ന് നവാസ്ക പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റു വാർത്താ മീഡിയകളിലൊക്കെ ഉള്ള ഒരു ചർച്ചയാണ്. നമ്മളിവിടെ കാണേണ്ടത് കൊറോണ അഥവാ COVID-19 ഇത് വളരെ റീസെൻ്റായിട്ടാണ് നമ്മുടെ ലോകത്ത് ഇത്രയും വ്യാപകമായിട്ട് മനുഷ്യകുലത്തെ പിടിച്ചു കുലക്കിയത്. അതുകൊണ്ട് തന്നെ വലിയൊരു റിസർച്ചൊന്നും മുന്നേ ഇതിനെപ്പറ്റി നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പല ഭയപ്പെടുത്തുന്ന വാർത്തകളും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ചെവികൊള്ളാൻ വേണ്ടി ഈ അവസരത്തിൽ പാടില്ല. ഇതുവരെ നമ്മൾ കൊറോണയെ എങ്ങനെ അതിജീവിച്ചു, എങ്ങനെ കൺട്രോൾ ചെയ്തു, അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ആ രൂപത്തിൽ തന്നെ കണ്ടുകൊണ്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യണം, നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പം നമുക്ക് എങ്കിൽ കൂടിയും
നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഒരു വ്യക്തിക്ക് കൊറോണ അഥവാ COVID-19 ബാധിച്ചു കഴിഞ്ഞാൽ 10 മുതൽ 14 ദിവസം വരെയാണ് ഇതിൻ്റെ ഇൻഫെക്ഷസ് പീരീഡ്. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് രോഗമില്ലാത്ത സമ്പർക്കത്തിലൂടെ മറ്റൊരു വ്യക്തിയിലേക്ക് പകരാനുള്ള ഒരു സമയം. പൊതുവെ ഒരു 14 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഈ രോഗം എന്ത് ചെയ്യുന്നില്ല, പടരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സമൂഹം ശ്രദ്ധിക്കാനുള്ളത്, COVID-19 ബാധിച്ച് ടെസ്റ്റ് ചെയ്ത് ആൻറ്റിജൻ പോസിറ്റീവായി 14 ദിവസം കഴിഞ്ഞ് ആൻറ്റിജൻ നെഗറ്റീവ് ആവുകയോ ചെയ്ത് കഴിഞ്ഞ ഒരു വ്യക്തിയെ നമ്മൾ സമൂഹത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്, അകറ്റി നിർത്തരുത്. പല തെറ്റിദ്ധാരണകൾ കൊണ്ടും ഇന്ന് അങ്ങനെയൊക്കെയല്ല സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളോട് കൂടെ നമുക്കും നാളെ കൊറോണ വരാമെന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ അതെന്ത് ചെയ്യണം, മുന്നോട്ട് നീങ്ങണം. അതുകൊണ്ട് ഒരിക്കലും ഒരു ഭയോ അതിലെന്ത് ചെയ്യേണ്ട, വേണ്ട. നമ്മൾ സ്രവകണികൾ, പ്രത്യേകിച്ച് മൂക്കിൽ നിന്നും വായിൽ നിന്നും ശ്വാസകോശത്തു നിന്നൊക്കെ വരുന്ന സ്രവങ്ങളിൽ കൂടെ 14 ദിവസം മാത്രമേ ഇതെന്ത് ചെയ്യൂ, രോഗം പടർത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളുടെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 2 തരം ടെസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. ആൻറ്റിജൻ ടെസ്റ്റും RT-PCR ടെസ്റ്റും എന്നത്. RT-PCR ടെസ്റ്റ് നെഗറ്റീവ് ആകാൻ ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം. നമ്മളിവിടെ ആൻറ്റിജൻ ടെസ്റ്റ് നെഗറ്റീവായി കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ ഒഴിവായി കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ സമൂഹത്തിൽ ക്ലിനിക്കലി നെഗറ്റീവായിട്ട് കണക്കിലാക്കി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ വ്യക്തിയോട് പെരുമാറേണ്ടത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, മലത്തിൽ കുറച്ചുകൂടി സമയം ഈ രോഗാണു ഉണ്ടായേക്കാമെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ പഠനങ്ങൾ നടക്കുന്നേ ഉള്ളൂ. അതൊരു 30 ദിവസം കൂടിയും നമ്മുടെ വിസർജ്യത്തിൽ ഈ രോഗാണു കാണാമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രോട്ടീൻ സ്പൈക്കാണ് ഈ COVID-19 എന്ന ഒരു വൈറസ് അസുഖത്തിൻ്റെ പ്രോട്ടീനാണ് ഈ ഇൻഫെക്ഷസ് ഒരു കണുവായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ബാത്റൂം ഉപയോഗിക്കുമ്പോൾ COVID-19 ബാധിച്ച ഒരാൾ ടെസ്റ്റ് നെഗറ്റീവായി കഴിഞ്ഞാലും കുറച്ച് ദിവസം കൂടി, 1 മാസം കൂടിയും പ്രത്യേകിച്ച് ഒരു ബാത്റൂം ഉപയോഗിക്കണം. എല്ലാം വീട്ടിൽ അതിന് സൗകര്യമില്ലെങ്കിൽ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്ത് ചെയ്യണം, ഡിസ്ഇൻഫെക്ഷൻ നന്നായിട്ട് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്ത് വരണം. അതാണ് നമ്മൾ കാണിക്കാനുള്ളത്. 2, കോവിഡ് ബാധിച്ച ആൾക്കാരിൽ പലരും നമ്മൾ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഈ 80% ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണാറില്ല. എന്നാൽ 20% ആൾക്കാർക്ക് കുറച്ച് ക്ഷീണങ്ങൾ കാണാറുണ്ട്. പഴയ ഊർജ്ജസ്വലത, പഴയ ഒരു ഗാംഭീര്യം എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ 3 മാസം ഞാൻ പല വേദികളിലും പഴയ സംഭാഷണങ്ങളൊക്കെ പറയുന്നത് തന്നെ നല്ല പ്രോട്ടീനേഷ്യസ് ആയ വൈറ്റമിൻസ് A, D, E തുടങ്ങിയ ഘടകങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം എന്ത് ചെയ്യണം, കഴിക്കണം. രണ്ടാമത്, നല്ലവണ്ണം എന്ത് ചെയ്യണം, വെള്ളം കുടിക്കണം. ദിവസം 15 ഗ്ലാസ്സെങ്കിലും എന്ത് ചെയ്യണം, വെള്ളം കുടിക്കണം. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കാനുള്ളത്. മൂന്നാമത്, ഹെവി വർക്കിൽ ഏർപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ 3 മാസത്തേക്ക് ഹെവി വർക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. പിന്നെ ചെയ്യാനുള്ളത്, മാനസിക ഉല്ലാസ പ്രവർത്തികളിൽ എന്ത് ചെയ്യണം, ഏർപ്പെടണം. അതിലേറ്റവും നല്ലത് ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന കാര്യങ്ങൾ ഏർപ്പെടുകയാണ്. ചിലർക്ക് വായനയായിരിക്കാം, ചിലർക്ക് സംഗീതമായിരിക്കാം, സംഗീതത്തിൽ നിന്ന് ഗസലായിരിക്കാം, നാടൻ പാട്ടുകളായിരിക്കാം, നാടോടിപ്പാട്ടുകളായിരിക്കാം. സംഗീതത്തിൻ്റെ വിവിധ ഘടകങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് മനസ്സിനെ സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. പിന്നെ ചിലർക്ക് വ്യായാമങ്ങളായിരിക്കാം, എന്ത് തന്നെയാണോ, അല്ല ചിലർക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണോ അവരെ ഓരോ വ്യക്തിയുടെ മനസ്സിനെ ഉല്ലാസപ്പെടുത്തുന്നത്, അതിൽ ഏർപ്പെട്ട് നെഗറ്റീവ് ചിന്തകളെ അപ്പാടെ നമ്മളെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്യണം, മാറ്റിക്കളയുന്നു. അതിൽ ഏറ്റവും നല്ല ഒന്നാണ് സംഗീതം. അതുകൊണ്ട് തന്നെ സംഗീതത്തിലെ നമ്മളെ സ്നേഹഗായകൻ നവാസ് പാലേരിക്കാൻ നമ്മളോട് കൂടെയുണ്ട്. നവാസ് പാലേരിക്കാനെ ഒരു 2 പാട്ട് പാടാൻ വേണ്ടി ഞാൻ ഈ സമയത്ത് എന്ത് ചെയ്യാണ്, മനസ്സിനെ തട്ടുന്ന 2 പാട്ടുകൾ പാടാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. സർ, പാട്ടിന് മുൻപേ ഒരു ചോദ്യം കൂടി ജനങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായി ഡയബറ്റിസ്, ഷുഗർ രോഗികൾ, അല്ലെങ്കിൽ സാധാരണ നിലയിൽ തന്നെ രോഗിയായി കഴിയുന്ന ഒരാൾ, ആ രോഗിയായി കഴിയുന്ന ഒരാൾക്ക്, ഉദാഹരണമായി ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് ഈ രോഗം വന്നാൽ എങ്ങനെയാണ് അദ്ദേഹം, എന്ത് കാരണങ്ങളാണ്, എന്തൊക്കെ മുൻകരുതലാണ് എടുക്കേണ്ടത് എന്നൊരു ചോദ്യം. അത് വളരെ പ്രസക്തമാണ്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, അതായത് മുന്നേ അസുഖങ്ങളുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഡയബറ്റീസ്, പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, തൈറോയ്ഡ് അസുഖങ്ങളുള്ള ആൾക്കാർക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടിയും അതിൻ്റെ ആ കോംപ്ലക്സിറ്റി കൂടുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണാറുണ്ട്. അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരെന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ രക്തസമ്മർദ്ദം കൃത്യമായി നിലനിർത്താനും, അതുപോലെ തന്നെ പ്രമേഹം
രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ശരിയായ ദിശയിൽ നിലനിർത്താനും അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ്, അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ അളവ്, അത് പിന്നെ മുൻമേ ഡോക്ടർ നിർണ്ണയിച്ച മരുന്നുകളുണ്ട് കൃത്യമായ രൂപത്തിൽ എടുക്കാനും അത് നിലനിർത്താനും അതിലൊരു മാറ്റങ്ങളൊന്നും വരുത്താതെ മുൻ ഡോക്ടറെ കാണാനും ഡോക്ടറെ കാണുന്ന സൗകര്യങ്ങളിൽ ടെലിമെഡിസിൻ വിധമോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഫാമിലി ഡോക്ടറെ കണ്ടിട്ട് അത് അതിൻ്റെ കൃത്യമായ രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ എഴുത്തും വായനയും ആർട്സും സ്പോർട്സും കലയും കായികവും മനുഷ്യ മനസ്സുകൾക്ക് ഒരുപാട് ആരോഗ്യപരമായ ഉന്മേഷങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സത്യത്തിൽ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഒരുപാട് വേദികളിൽ സംഗീത പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അത് മനുഷ്യ മനസ്സിലേക്ക് ഒരുപാട് സാന്ത്വനവും സന്തോഷവും അതിലേറെ സമാധാനവും ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സംഗീതം ആസ്വദിക്കുക, ഏറ്റവും ഫ്രഷായ ഒരു മൂഡിൽ മാനസിക ഉല്ലാസത്തിന് വേണ്ടി നല്ല പാട്ടുകൾ കേൾക്കുക എന്നത് ഈയൊരു നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ മാനസിക ഉല്ലാസത്തിന് ഏറ്റവും നല്ല ഒരു ഔഷധം തന്നെയാണ്. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പം നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര ചുണ്ടാണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊറോണ എന്ന് പറയുന്ന ഈ മഹാമാരി ഏകദേശം ഒരു വർഷത്തോളമായി നമ്മളെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് സമയം ഇത് നീണ്ടുപോകുമെന്നാണ് സാധാരണ വൈദ്യശാസ്ത്രത്തിൻ്റെയും ഒരുപാട് പേരുടെ പഠനത്തിൻ്റെയും ഫലമായി അവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രോഗം നമ്മൾ വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, വന്ന ആള് ഇത് മറ്റുള്ളവർക്ക് പകരുന്നതിന് മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഒരുപാട് ഡോക്ടർമാരും നഴ്സുമാരും പാലിയേറ്റീവ് പ്രവർത്തകരും സന്നദ്ധ ഭടന്മാരായി ഒരുപാട് പേരും നമ്മോടൊപ്പം ചേരുകയാണ്. തീർച്ചയായും ഏറ്റവും ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പറയുന്ന ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ നമ്മൾ ശിരസ വഹിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് പോയാൽ ഒരു പരിധിവരെ കോവിഡ് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ഇതിനെക്കുറിച്ച് നമ്മളെ പ്രിയപ്പെട്ട ജനകീയ ഡോക്ടർ ഷാജഹാന്റെ അഭിപ്രായം നമുക്ക് ആരായാം. കാരണം അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്ത് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരുപാട് പേർക്ക് രോഗം വന്ന് ആ രോഗം മാറിയ ഒരവസ്ഥ അദ്ദേഹം നേരിട്ട് കണ്ടതാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നവാസ്ക പറഞ്ഞതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഏകദേശം 40ഓളം ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വന്നു. അവർ നെഗറ്റീവായി വളരെ പൂർവാധി ശക്തിയോടുകൂടി വർക്കിംഗ് ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ പൊതുജനങ്ങളുടെ ഒരു സംശയം, 1-2 സംശയങ്ങളാണുള്ളത്. കോവിഡ് വന്നവർക്ക് വീണ്ടും വരുമോ? ഇവിടെ എനിക്ക് പറയാനുള്ളത്, കോവിഡ് വന്ന ആൾക്കാർക്ക് നമുക്ക് കിട്ടുന്നത് ഒരു വാക്സിൻ്റെ പ്രതീതിയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം അത് ഇന്നത്തെ റിസർച്ച് പ്രകാരം 6 മാസം വരെ മാത്രമേ അത് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ഒരു ശക്തി നൽകുന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് 4 മുതൽ 6 മാസം കഴിഞ്ഞ് കോവിഡ് വന്നവർക്ക് വീണ്ടും വരുമില്ല എന്ന ഒരു ശാസ്ത്രീയ പഠനം ഇതുവരെ ലഭ്യമല്ല. 2, വാക്സിൻ്റെ റിസർച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൈവം സഹായിച്ചാൽ അടുത്ത 3 മാസത്തിനുള്ളിൽ നമുക്ക് എല്ലാവർക്കും വാക്സിൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. പക്ഷേ വാക്സിൻ്റെയും അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ സെൻസിറ്റിവിറ്റി ഏകദേശം ഒരു 80% മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ അടുത്ത 6 മാസത്തേക്ക് നമുക്ക് അതിൽ നിന്ന് ഒരു കവചം കിട്ടുമായിരിക്കാം. 6 മാസം കഴിഞ്ഞാൽ വീണ്ടും ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടി വരും. മൂന്നാമത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, വൈറ്റമിൻ എ, ഡി, സി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഇഷ്ടം പോലെ കഴിക്കണം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള
ഭക്ഷണങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തണം. നമ്മൾ ഇതിനെ പറയും പോലെ പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഭേദം. ഈ നിപ്പ ആയാലും കൊറോണ ആയാലും സാർസ് ആയാലും പന്നിപ്പനി ആയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ലാസ്റ്റിൽ എത്തുന്നത്? പ്രിവെൻഷനും ക്വാറന്റൈൻ പോലത്തെ കാര്യങ്ങളിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതത്തെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യേണ്ടതാണ്. നമ്മുടെ വരും തലമുറയെ അതെന്ത് ചെയ്യണം? പഠിപ്പിക്കേണ്ടതാണ്. പിന്നെ ശ്വസന പ്രക്രിയ ഇതിൽ ഏറ്റവും വലിയ നല്ല കാര്യമാണ്. നേരത്തെ പറഞ്ഞു എക്സസൈസുകൾ, ആദ്യത്തെ 3 മാസം കഠിനമായ എക്സസൈസുകളൊന്നും വേണ്ട, ചെറിയ എക്സസൈസുകൾ, പ്രത്യേകിച്ച് പ്രാണായാമം പോലത്തെ സാധനങ്ങൾ, ബ്രീത്തിങ് എക്സസൈസുകൾ, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്വാസം വലിച്ചുവിട്ട് അടുത്ത ശ്വാസം വലിച്ചുവിട്ട് ഇടയിലുള്ള സമയം വർദ്ധിപ്പിക്കും ഓരോ സമയങ്ങളിൽ. അപ്പം അത് ശ്വസനത്തിൻ്റെ അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കൊറോണ വൈറസ് ശ്വാസകോശ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്, നമുക്കറിയാം. അതിനെ ബൂസ്റ്റിപ്പെടുത്തുന്ന അതിനെ ശക്തിപ്പെടുത്തുന്ന വ്യായാമ മുറകൾ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരിശീലിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടറുടെ ആ പരിചയസമ്പന്നത നമ്മൾ ഇപ്പോൾ കണക്കിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പല ഹോസ്പിറ്റലുകളിലും ഇന്ന് ഒരുപാട് രോഗങ്ങൾ വന്ന് ഇതിൻ്റെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് കടന്ന് ഒരുപാട് പേര് ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ആകെ തുക നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊക്കെയും ഒത്തുചേർന്നുകൊണ്ട് ആരോഗ്യവകുപ്പും ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും നഴ്സുമാരും നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഈ കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരിയെ നമുക്ക് പരമാവധി ഒരു പരിധിവരെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ സാധിച്ചത്. തീർച്ചയായും ദൈവ സഹായം ഉണ്ടെങ്കിൽ ഈ കൊറോണയെ നമുക്ക് മുഴുവനായി ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ അടുത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഗായകൻ ഏകദേശം 40,000 പാട്ടുകൾ 16 ഭാഷകളിൽ പാടി ജനശ്രദ്ധ പിടിച്ചുപറ്റിയ പ്രിയപ്പെട്ട ഗായകൻ SBBയുടെ ഒരു പാട്ട് പാടിക്കൊണ്ട് ഈ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തായാലും ഈ പാട്ട് റഫീഖ് അഹമ്മദിന്റെ മനോഹരമായ വരിക്ക് എന്നും ഓർമ്മയിലേക്ക് ഓടി വരുന്ന പ്രിയപ്പെട്ട ഗായകനെ കൂടി ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ പെടുത്തിക്കൊണ്ട് ഈ ഗാനം കൂടി പാടിക്കൊണ്ട് ഈ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുമിച്ചു നിൽക്കേണ്ട സമയം, കരുതലിന്റെ പൊരുതലിന്റെ സമയം, ഒരുമിച്ചു നിൽക്കേണ്ട സമയം, ഇത് കരുതലിന്റെ സമയം. ഭയവിഭ്രമങ്ങൾ വേണ്ട, അതിസാഹസ ചിന്ത വേണ്ട, അതിജീവന സഹവർത്തന സഹനം മതി, അതിജീവന സഹവർത്തന സഹനം മതി. പ്രാർത്ഥനകൾ, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, മർത്യസേവനത്തേക്കാൾ ബാസുരമല്ല. വാശികൾ, തർക്കങ്ങൾ, കക്ഷിഭേദങ്ങൾ വിശ്വസങ്കടത്തിനുള്ളിൽ ഭൂഷണമല്ല. മതജാതി വിചാരങ്ങൾ മറികൊള്ളുവിൻ, മറികടക്കുവാനിതൊന്നു ശാസ്ത്രവിവേകം, ഇതൊന്നു ശാസ്ത്രവിവേകം. ഒരുമിച്ചു നിൽക്കേണ്ട സമയം, ഇത് കരുതലിന്റെ സമയം, ഒരുമിച്ചു നിൽക്കേണ്ട സമയം. നന്ദി.